കോതമംഗലം നഗരസഭയുടെ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാകാലങ്ങളായി കോതമംഗലത്തെ സ്ഥിരം ആവശ്യമായിരുന്ന പൊതു ശ്മശാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. കോതമംഗലം നഗരസഭയിൽ 5.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള മോഡേൺ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ആധുനിക ക്രിമിറ്റോറിയം നിർമ്മിക്കുകയാണ്. നമ്മുടെ ചെയർമാൻ ടോമി എബ്രഹാം അദ്ദേഹം ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും നേരിൽ കണ്ട ഒരാളെന്ന നിലയിൽ ഏറെ അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തിന്റെ മുൻകൈ ഈ സ്ഥലം കിട്ടുന്നതിൽ, അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിക്കുന്നതിലെല്ലാം മുനിസിപ്പാലിറ്റി വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. അതിനെ നയിച്ചുകൊണ്ട് കോതമംഗലത്തിന്റെ പ്രിയപ്പെട്ട MLA ആന്റണി ജോണു പലതവണ ഈ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്നെയും കാണാൻ ഇവർ സംയുക്തമായി വന്നിട്ടുണ്ട്. നഗരസഭ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോന്നിലും ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, നഗരസഭ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ KA നൌഷാദ്, രമ്യ വിനോദ്, KV തോമസ്, ബിൻസി തങ്കച്ചൻ, നഗരസഭ പ്രതിപക്ഷ നേതാവ് AG ജോർജ്, വാർഡ് കൌൺസിലർ സിജോ വർഗീസ്, മുനിസിപ്പൽ എഞ്ചിനീയർ ജിനു V, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ C, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ KA ജോയി, PT ബെന്നി, ഷമീർ പനക്കൽ, NC ചെറിയാൻ, മനോജ് ഗോപി, PM മൈദീൻ, സിന്ധു പ്രവീൺ, AT പൗലോസ്, അഡ്വക്കേറ്റ് മാത്യു ജോസഫ്, ഷാജി പിച്ചക്കര, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, ആന്റണി പുല്ലൻ, തോമസ് തോമ്പ്രായിൽ, വിവിധ മത സാമുദായിക സംഘടനാ പ്രതിനിധികളായ അജി നാരായണൻ, PA സോമൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, KP നരേന്ദ്രൻ നായർ, KA ഗോപാലൻ, ഷാജു VA, സുകുമാരൻ PK, MK അശോകൻ, MN ശശി, കുട്ടൻ ഗോപാലൻ, അനിൽ വേലായുധൻ, അബ്ദുൾ സലാം മൗലവി, ഫാദർ ജോസ് മാത്യു, ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ശ്രീകുമാർ KG, ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പലപ്പോഴും ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ അനുഭവമുണ്ട്. മൂവാറ്റുപുഴയൊക്കെ ചെല്ലുമ്പോൾ മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലുള്ള ഏതെങ്കിലും ഡെഡ് ബോഡി അവിടെ സംസ്കരിക്കാനുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വീണ്ടും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വളരെ സാമ്പത്തികം കണ്ടെത്തിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ഏറെ സമയം ചെലവഴിച്ചുകൊണ്ട് വിദൂര പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം 2016 ഇവിടെ നിങ്ങൾ എനിക്ക് MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയ ഘട്ടം മുതൽ പിന്നീട് ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ നിരന്തരമായി വിഷയത്തിന് വേണ്ടി ഇടപെടുകയില്ല. അതെല്ലാം ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ ചെയർമാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി, കോതമംഗലം.